ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ലോക ടൂറിസം ഭൂപടത്തിൽ തുഷാരഗിരിയുടെ സാന്നിധ്യവും മലബാറിന്റെ പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ ടൂറിസം രംഗത്തെ വളർച്ചയും ലക്ഷ്യമിടുന്ന കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് ജനപിന്തുണ ലഭിച്ചു കഴിഞ്ഞു. കയാക്കിംഗ് അക്കാദമി നിലവിൽ വന്നാൽ ഈ രംഗത്ത് വളരെയധികം മുന്നേറ്റമുണ്ടാകും. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ കരിപ്പൂർ വിമാനത്താവളത്തിൽ പകരം ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്തണമെന്ന് സ്വകാര്യ കമ്പനികളോട് ആവശ്യപ്പെടുമെന്ന് എയർപോർട്ട് ഉപദേശക സമിതി. മൂന്നാമത് ഇന്റർനാഷണൽ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് തുഷാരഗിരിയിലെ പുലിക്കയത്ത് ടൂറിസം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല VC M അബ്ദുൾ സലാമിന്റെ അവസാന സെനറ്റ് യോഗത്തിലും പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. കാലിക്കറ്റ് സർവകലാശാല VC M അബ്ദുൾ സലാമിന്റെ അവസാന സെനറ്റ് യോഗത്തിലും ഇടത് സെനറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം. ചാൻസലറുടെ പ്രോസിക്യൂഷൻ നേരിടുന്ന VC രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് സെനറ്റ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. തുടർന്ന് VC സെനറ്റ് യോഗം പിരിച്ചുവിട്ടു. വൈസ് ചാൻസലർ M അബ്ദുൾ സലാമിന്റെ 4 വർഷത്തെ സേവനത്തിനിടയിലെ അവസാനത്തെ സെനറ്റ് യോഗമായിരുന്നു നടക്കേണ്ടിയിരുന്നത്. സെനറ്റ് ചേർന്ന ഉടനെ ചാൻസലറുടെ പ്രോസിക്യൂഷൻ നടപടി നേരിടുന്ന വൈസ് ചാൻസലർ M അബ്ദുൾ സലാമും പ്രോ വൈസ് ചാൻസലർ K രവീന്ദ്രനാഥും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് സെനറ്റ് അംഗമായ ഡോക്ടർ യൂസഫ് പ്രതിഷേധമുയർത്തി. ഇതേ തുടർന്ന് സംസാരിച്ച DB ശ്രീധരന്റെയും അവതരണാനുമതി നിഷേധിച്ചതിനെതിരെ ഇടത് സെനറ്റ് അംഗങ്ങൾ ഡയസിലിറങ്ങി പ്രതിഷേധമുയർത്തി. ഇതേ തുടർന്ന് VC സെനറ്റ് താൽക്കാലികമായി പിരിച്ചുവിടുകയായിരുന്നു. തുടർന്ന് അടിയന്തരമായി നടത്തേണ്ടിയിരുന്ന വരുന്ന വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള നോമിനി തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രത്യേക സെനറ്റിൽ നടത്തി. സെനറ്റ് പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് ഇടത് സെനറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലറുടെ ഓഫീസ് ഉപരോധിച്ചു. വരുന്ന ഓഗസ്റ്റ് 11-നാണ് VC M അബ്ദുൾ സലാം വിരമിക്കുന്നത്. മൂന്നാമത് ഇന്റർനാഷണൽ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് തുഷാരഗിരിയിലെ പുലിക്കയത്ത് ടൂറിസം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കയാക്കിംഗ് ഇന്റർനാഷണൽ അക്കാദമി സ്ഥാപിക്കാൻ ആദ്യഘട്ടമായി 45 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചാമ്പ്യൻഷിപ്പ് 26-ന് സമാപിക്കും. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സംസ്ഥാന ടൂറിസം വകുപ്പ് ഒരുക്കിയ മൂന്നാമത് ഇന്റർനാഷണൽ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് 22 മുതൽ 26 വരെ തുഷാരഗിരിയിൽ നടക്കുന്നത്. ഇതിനോടകം അന്തർദേശീയ രംഗത്ത് ശ്രദ്ധയാകർഷിച്ച ചാമ്പ്യൻഷിപ്പ് അന്താരാഷ്ട്ര താരങ്ങളുടെ പങ്കാളിത്തവും ജനബാഹുല്യവും കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, കേരള കയാക്കിംഗ് അക്കാദമി എന്നിവരുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ഇരുവഞ്ചിപ്പുഴയിലും ചാലിയാറിലും വേദിയായി. കുറ്റ്യാടിപ്പുഴയിലും കരിയാത്തമ്പാറയിലുമാണ് ഇന്റർമീഡിയറ്റ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പും ബിഗിനേഴ്സ് റൈഡും നടന്നത്. കയാക്കിംഗ് എക്സ്പെഡിഷൻ തുഷാരഗിരിയിൽ നിന്നും ആരംഭിച്ചു. C മോയിൻകുട്ടി MLA അധ്യക്ഷതയിൽ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പുലിക്കയത്ത് വെച്ച് മൂന്നാമത് ഇന്റർനാഷണൽ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കയാക്കിംഗ് അക്കാദമിക്കായി 45 ലക്ഷം രൂപ അനുവദിച്ചതായി അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഗവൺമെന്റിന് പൂർണ്ണമായ റിപ്പോർട്ട് ലഭ്യമായത് ഈ ആഗസ്റ്റ് മാസം 15-ാം തീയതിക്ക് മുമ്പ് നടക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ വെച്ച് ആ കെട്ടിടമുണ്ടാക്കുന്നതിന് ആവശ്യമായ 45 ലക്ഷം രൂപ ഈ ആഗസ്റ്റ് മാസത്തിൽ തന്നെ അത് അനുവദിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ നമുക്ക് വരും കാലങ്ങളിൽ നമുക്ക് ഈ ചെറിയ തുടക്കം ഇന്ന് അന്തർദേശീയ താരങ്ങളൊക്കെ ഇങ്ങോട്ട് ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പുഴയുടെ കയാക്കിങ്ങിന് എന്തുമാത്രം അനുയോജ്യമാണ് എന്നതിന്റെ DTPC സെക്രട്ടറി PG രാജീവ്,
EK വിജയൻ, KJ ജോസഫ്, ആഷ ജോസ്, ജക്കോബൈ നരോദെ, ശ്രീധരൻ പാലിയാട്, VD ജോസഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോടഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ സ്വാഗതം പറഞ്ഞു. 26 വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ സഫാരി ചാനലുകളിലൂടെ ടൂറിസം രംഗത്ത് പ്രശസ്തനായ സന്തോഷ് ജോർജ് കുളകര മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ട നിലവാരം സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരളം കഴിഞ്ഞ കുറെ നാളുകളായി പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യാപക പരിഷത്ത് DDA ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക, വിദ്യാഭ്യാസ വകുപ്പിലെ ഒഴിവുകൾ ഉടൻ നികത്തുക, ഹൈസ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കായിക കലാധ്യാപകരെ നിയമിക്കുക, അശാസ്ത്രീയമായ ടൈം ടേബിൾ പരിഷ്കരണം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ അധ്യാപക പരിഷത്ത് NTU ആഭിമുഖ്യത്തിൽ കോഴിക്കോട് DDA ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത്. NTU ജില്ലാ പ്രസിഡന്റ് T ദേവദാസ് അധ്യക്ഷം വഹിച്ച ധർണ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെട്ട നിലവാരം സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരളം കഴിഞ്ഞ കുറെ നാളുകളായി പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മെച്ചപ്പെട്ട നിലവാരം സംരക്ഷിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി വിദ്യാഭ്യാസ വകുപ്പ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി PK പ്രമോദ് കുമാർ, NTU സംസ്ഥാന സമിതി അംഗം TP ജയചന്ദ്രൻ, NGO സംഘ് ജില്ലാ പ്രസിഡന്റ് ദേവാനന്ദൻ, അനൂപ് കുമാർ, ഷാൻ കട്ടിപ്പാറ, AK വിജയൻ, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ പകരം ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്തണമെന്ന് സ്വകാര്യ കമ്പനികളോട് ആവശ്യപ്പെടുമെന്ന് എയർപോർട്ട് ഉപദേശക സമിതി. വിമാനത്താവള വികസനം വേഗത്തിലാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് എയർപോർട്ട് ഉപദേശക സമിതി ചെയർമാൻ E അഹമ്മദ് MP പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവള വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് എയർപോർട്ട് ഉപദേശക സമിതി യോഗം ചെയർമാൻ E അഹമ്മദ് MPയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് ചേർന്നത്. വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് E അഹമ്മദ് MP. കൂടുതൽ വിമാനങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റുമായും കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രാലയവുമായും ചർച്ച ചെയ്യാനും കൂടിയാലോചന നടത്തി വേണ്ടതെല്ലാം കണ്ടെത്താനും തീരുമാനിക്കുകയും ചെയ്തു. റൺവേ നവീകരണം സെപ്റ്റംബറിൽ ആരംഭിച്ച് 18 മാസത്തിനകം പൂർത്തീകരിക്കും. നവീകരണ പ്രവൃത്തികൾക്കായി വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ പകരം ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്തണമെന്ന് സ്വകാര്യ കമ്പനികളോട് ആവശ്യപ്പെടും. ഇവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വിമാന കമ്പനികളോടും അല്ലാത്തവരോടും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് ചെറിയ ഈ വൈറ്റ് ബോഡിയുടെ അല്ലാത്ത വിമാനങ്ങൾ, ഇപ്പോൾ സൗദിൻ്റെ ആകട്ടെ, എമിറേറ്റ്സിൻ്റെതാവട്ടെ, ഇവിടെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ജെറ്റിൻ്റെതാകട്ടെ, ഇവരുടെ ചെറിയ വിമാനങ്ങൾ, ആ ചെറിയ വിമാനങ്ങൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടി ഒരു റിക്വസ്റ്റ് ഞങ്ങൾ അവരോടെല്ലാം തന്നെ വെക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവള വികസനത്തിനായി 400 ഏക്കറോളം വരുന്ന ഭൂമി ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് മുൻകൈയെടുക്കുമെന്നും ജനപ്രതിനിധികൾ ഇതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും E അഹമ്മദ് MP പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും യാത്രക്കാരുടെ ലഗേജ് മോഷണം പോകുന്നത് തടയാൻ CCTV കാര്യക്ഷമമാക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ K ജനാർദ്ദനൻ അറിയിച്ചു. ജനപ്രതിനിധികൾക്ക് പുറമെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കൊതുകു നശീകരണവും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും ലക്ഷ്യം വെച്ച് കുടുംബശ്രീ നടപ്പിലാക്കുന്ന സ്വച്ഛത 2015ന്റെ ഭാഗമായി മാനാഞ്ചിറയ്ക്ക് ചുറ്റും മനുഷ്യമതിൽ തീർത്തു. കുടുംബശ്രീ കോഴിക്കോട് കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ K ബീന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ സെൻട്രൽ CDSന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛത 2015 ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മനുഷ്യമതിൽ തീർത്തു. കുടുംബശ്രീ അംഗങ്ങൾ കൊതുക് നശീകരണവും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ ശുചിത്വ പദ്ധതി വിജയിപ്പിക്കുവാനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് ചടങ്ങിൽ പ്രതിജ്ഞ ചെയ്തു. കുടുംബശ്രീ കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ K ബീന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാനഞ്ചിറ സ്ക്വയറിന് ചുറ്റുമാണ് മനുഷ്യമതിൽ തീർത്തത്. 100 കണക്കിന് കോർപ്പറേഷൻ കുടുംബശ്രീ അംഗങ്ങൾ മനുഷ്യമതിലിൽ കണ്ണികളായി. വാർത്തകളിൽ ഒരിടവേള. കോഴിക്കോടും വയനാടും കണ്ണൂരും പിന്നിട്ട് 3G മൊബൈൽ വരുന്നു മലപ്പുറത്ത്. ഈ വരുന്ന ജൂലൈ 29 ഞാൻ വരുന്നു. രാവിലെ 10 കൊണ്ടോട്ടിയിലും ഉച്ചയ്ക്ക് 12 മഞ്ചേരിയിൽ. ഈ വരുന്ന ജൂലൈ 29 ഞാൻ വരുന്നു. രാവിലെ 10 കൊണ്ടോട്ടിയിലും ഉച്ചയ്ക്ക് 12 മഞ്ചേരിയിലും.
നിങ്ങളുണ്ടാവില്ലേ? 3G Mobile World, Jazeera Tower, Court Road, Manjeri, EK Tower, Bypass Road, Kondote. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വില കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. കഥകളിലെ കുലീനമായൊരു പൈതൃകത്തിന്റെ പ്രതിനിധിയായ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷം തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യരും പ്രശിഷ്യരും നാട്ടുകാരും ആസ്വാദകരും സുഹൃത്തുക്കളും ചേർന്നാണ് ദ്വിജം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത കഥകളി കലാകാരനായ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിയുടെ 60ാം പിറന്നാൾ കോഴിക്കോട് സമുചിതമായി ആഘോഷിച്ചു. ദ്വിജം എന്ന പേരിലുള്ള പിറന്നാൾ ആഘോഷം തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ ഗ്രാമത്തിൽ ജനിച്ച കേശവൻ നമ്പൂതിരി കേരള കലാമണ്ഡലത്തിൽ നിന്ന് കഥകളി വേഷം അഭ്യസിച്ചു. തുടർന്ന് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലം ഇന്ത്യക്കകത്തും പുറത്തും നിരവധി അരങ്ങുകളിൽ സ്വന്തം കലാപാഠവും പ്രദർശിപ്പിച്ചു. കേശവൻ നമ്പൂതിരിയുടെ ശിഷ്യരും സുഹൃത്തുക്കളും കഥകളി ആസ്വാദകരും ചേർന്ന ഒരു സംഘടക സമിതിയാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, PN കാരാട്ട്, വാഴേങ്കട വിജയൻ, MPS നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. സുദീപ് പാലനാട് ശുഭ്രസംഗീതം അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ചെയർമാൻ കൃഷ്ണനുണ്ണി രാജ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. വിനു വാസുദേവൻ, ദീപ പാലനാട്, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, കോട്ടക്കൽ ഗോപിനാഥൻ, പത്മശ്രീ കലാമണ്ഡലം ഗോപി, PN കാരാട്ട്, കലാമണ്ഡലം നാരായണൻകുട്ടി പണിക്കർ, കലാമണ്ഡലം KG വാസുദേവൻ, കലാമണ്ഡലം കുട്ടൻ, നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, വാഴേങ്കട വിജയൻ, കലാമണ്ഡലം വാസു പിഷാരടി, കോട്ടക്കൽ ശംഭു എമ്പ്രാന്തിരി, കോട്ടക്കൽ ചന്ദ്രശേഖര വാര്യർ, കലാമണ്ഡലം കല്ലുവഴി വാസു, കലാമണ്ഡലം രാജശേഖരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് സാമൂതിരി ഉണ്ണി അനുജൻ രാജ ഉപഹാര സമർപ്പണം നടത്തി. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ PN സുരേഷ് കീർത്തിപത്ര സമർപ്പണം നടത്തി. കോട്ടക്കൽ ആയുർവേദശാലയിലെ ഡോക്ടർ ബാലചന്ദ്ര വാര്യർ അംഗവസ്ത്രം അണിയിച്ചു. കലാമണ്ഡലം ഗോപി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്വാമി ചിദാനന്ദപുരി ഭാവുക പ്രസംഗം നടത്തി. ട്രഷറി വകുപ്പിനെതിരെ തുടരുന്ന സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള NGO യൂണിയന്റെയും KGOAയുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കലും ജില്ലാ കേന്ദ്രങ്ങളിലും കൂട്ടധർണ നടത്തി. കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി E പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. തടഞ്ഞുവെച്ച പ്രൊമോഷനുകൾ ഉടൻ നടത്തി ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുക, തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം പിൻവലിക്കുക, സ്ഥലം മാറ്റ മാനദണ്ഡം പുനഃസ്ഥാപിക്കുക, ട്രഷറി വകുപ്പിനെ തകർക്കാനുള്ള നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള NGO യൂണിയന്റെയും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിലും ജില്ലാ കേന്ദ്രങ്ങളിലും കൂട്ട ധർണ നടത്തിയത്. സംസ്ഥാനത്തിന് ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ട്രഷറി വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ തകർക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഫലമായി സംസ്ഥാന ധനകാര്യ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ധൂർത്തും വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ വൻ പ്രതിസന്ധികൾക്ക് ഇടയാക്കുന്നുണ്ട്. LDF സർക്കാർ നികുതി പിരിവ് കാര്യക്ഷമമാക്കിയതും നികുതി ചോർച്ച തടഞ്ഞതും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാതെ പുതിയ നികുതി സ്രോതസ്സുകൾ കണ്ടെത്തി വരുമാനം വർദ്ധിപ്പിച്ചിരുന്നു. ഈ നയങ്ങളിൽ നിന്നും പിന്നോട്ട് പോയതാണ് ഇന്നത്തെ ദുസ്ഥിതിക്ക് കാരണമെന്ന് കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി E പ്രേംകുമാർ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഒരു ബഡ്ജറ്റിൽ 50 കോടി രൂപ നീക്കിവെച്ച് 600 കോടിയിലധികമായിരുന്നു LDF ഗവൺമെന്റ് നീക്കിവെച്ചത്. എന്നാൽ ഈ ഗവൺമെന്റ് 15 കോടി നീക്കിവെച്ച് 357 കോടി രൂപ കുടിശ്ശികയാണ്. KGOA ജില്ലാ സെക്രട്ടറി PP സുധാകരൻ അധ്യക്ഷനായിരുന്നു. കേരള NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P സത്യൻ, P അജയകുമാർ എന്നിവർ നേതൃത്വം നൽകി.
റീജിയണൽ സയൻസ് സെന്ററിന്റെയും പ്ലാനറ്റോറിയത്തിന്റെയും നേതൃത്വത്തിൽ ഹബിൾ ടെലസ്കോപ്പിന്റെ 25 വർഷങ്ങൾ എന്ന എക്സിബിഷൻ ആരംഭിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിലെമ്പാടും മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും ഉദാത്തമായ ഒന്നാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്. ആകാശത്തിന്റെ കാണാനാകാത്ത ദൂരതയിൽ രാത്രി മാത്രം തെളിയുന്ന കോടി നക്ഷത്രങ്ങളായി മിന്നി നിന്ന രൂപങ്ങളെ ഭൂമിയിൽ നിന്ന് ടെലസ്കോപ്പ് ഉപയോഗിച്ച് നോക്കി സായുജ്യമടഞ്ഞ മനുഷ്യനു മുൻപിൽ അതിനുമൊക്കെ അപ്പുറം മോഹന രൂപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തെ ഈ ദൂരദർശിനി ഗോചരമാക്കി. 1990 ഏപ്രിൽ 24 ഹബിൾ ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്നും അതിന്റെ ഭ്രമണപഥത്തിലേക്ക് യാത്ര തിരിച്ചത്. 25 വർഷം ശൂന്യാകാശത്തു നിന്നും പ്രപഞ്ച മഹാത്ഭുതങ്ങളുടെ കാഴ്ചകൾ നമുക്കത് അയച്ചു തന്നു. ആ കാഴ്ചകളിലേക്ക് ഒരു എത്തിനോട്ടമാണ് കോഴിക്കോട് പ്ലാനറ്റോറിയം തയ്യാറാക്കിയ പ്രത്യേക എക്സിബിഷൻ ഹബിൾ ടെലിസ്കോപ്പിന്റെ 25 വർഷങ്ങൾ. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഹബിൾ ടെലിസ്കോപ്പിന്റെ 25 വർഷങ്ങൾ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്ലാനറ്റോറിയം ഡയറക്ടർ VS രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. .9 മീറ്റർ നീളവും 4.2 മീറ്റർ വ്യാസവും 11,100 കിലോഗ്രാം ഭാരവുമുള്ള ഈ ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്ന് 575 കിലോമീറ്റർ അകലെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടെലസ്കോപ്പിന്റെ കൂറ്റൻ മാതൃക ഈ എക്സിബിഷന്റെ പ്രത്യേകതയാണ്. കൂടാതെ ഹബിൾ ദൂരദർശിനി വഴി അയച്ച ചിത്രങ്ങൾ, അവയുടെ സവിശേഷതകൾ എന്നിവയെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന പാനലുകളും ഈ എക്സിബിഷനിലുണ്ട്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന്റെ റിപ്പയർ മെഷീനെ കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശൂന്യാകാശ പേടകങ്ങളിൽ പോയി നടത്തിയ പുതുക്കൽ പരിപാടികളാണ് യഥാർത്ഥത്തിൽ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന്റെ വിജയരഹസ്യം. ഓരോ പുതിയ കറക്ഷൻ മെഷീനും ആ സമയത്ത് ലഭ്യമായ ഏറ്റവും കരുത്തുറ്റ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനെ അപ്ഗ്രേഡ് ചെയ്തു നിർത്താനായി. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ മാതൃകയും ഈ എക്സിബിഷനിലുണ്ട്. 2018 ഇത് വിക്ഷേപണ യോഗ്യമാകും. 30 മീറ്റർ ടെലിസ്കോപ്പിന്റെ മാതൃകയും ഈ എക്സിബിഷന്റെ പ്രത്യേകതയാണ്. ജൂലൈ 25 ആരംഭിച്ച എക്സിബിഷൻ ഓഗസ്റ്റ് 20 വരെ നീണ്ടു നിൽക്കും. അൺറിസർവ് ടിക്കറ്റുകൾക്ക് പുറമെ റെയിൽവേയുടെ റിസർവേഷൻ ടിക്കറ്റുകളും സ്വകാര്യ ഏജൻസികൾ വഴി ലഭ്യമാക്കുന്നു. റെയിൽവേ തുടക്കമിട്ട യാത്രി ടിക്കറ്റ് സുവിധാ കേന്ദ്രങ്ങളിലൂടെയാണ് ഇത് ലഭ്യമാക്കുക. ദക്ഷിണ റെയിൽവേക്കു കീഴിൽ ആദ്യ യാത്രി ടിക്കറ്റ് സുവിധാ കേന്ദ്ര കോഴിക്കോട്ടാണ് തുറക്കുന്നത്. റെയിൽവേ ലിങ്ക് റോഡിലെ പ്രപഞ്ചം ട്രാവൽസിനാണ് റെയിൽവേ ഇതാദ്യമായി സൌകര്യം അനുവദിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ ടെർമിനലിലൂടെ തന്നെ റിസർവേഷൻ ടിക്കറ്റുകൾ അനുവദിക്കാനാകുമെന്നതാണ് യാത്രി ടിക്കറ്റ് സുവിധാ കേന്ദ്രയുടെ സവിശേഷത. കോഴിക്കോട് നഗരത്തിൽ മറ്റൊരു YTSK കൂടി ഉടൻ അനുമതി നൽകിയേക്കും. സ്ലീപ്പർ ടിക്കറ്റുകൾക്ക് 30 രൂപയും AC ടിക്കറ്റുകൾക്ക് 40 രൂപയുമാണ് ഈ കേന്ദ്രങ്ങളിൽ ഓരോ റിസർവേഷൻ ടിക്കറ്റിലും കൂടുതലായി ഈടാക്കുക. അത് 5 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയുള്ള ഇന്ത്യൻ റെയിൽവേന്റെ റിസർവേഷൻ കൗണ്ടറുകളും ഇവിടെ ഞങ്ങൾക്കാണ് ലഭിച്ചത്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞങ്ങൾക്കിവിടെ ലെറ്റർ കിട്ടി. ഞങ്ങളെ തുടങ്ങാനുള്ള 15 ദിവസത്തിനകം ഞങ്ങളിത് പൂർത്തീകരിക്കാനുള്ള പരിപാടിയിലാണ്. പാലക്കാട് ഡിവിഷന് കീഴിൽ അൺറിസർവ്ഡ് ടിക്കറ്റുകൾക്കായി അനുവദിച്ച ആദ്യ ജൻ സാധാരണ ടിക്കറ്റ് ബുക്കിംഗ് കേന്ദ്രവും ഇതേ ഏജൻസിക്കായിരുന്നു. കേരളത്തിലെ ആദ്യ JTBS ആണിത്. 2009 ആരംഭിച്ച ഈ JTBS ആണ് ഇന്ത്യയിൽ കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടത്തിയതിന് 2ാം സ്ഥാനം നിലനിർത്തുന്നത്. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സ്കൂൾ പാചക തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി കളക്ടറേറ്റ് പടിക്കൽ സ്കൂൾ പാചക തൊഴിലാളികൾ കൂട്ടധർണ നടത്തി. ചൂഷണം തടയാൻ വേതന വിതരണം ബാങ്ക് വഴിയാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ HMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനേത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക, സർക്കാർ പ്രഖ്യാപനത്തിലെ വർധനവ് കുടിശ്ശിക സഹിതം ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ HMS നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റ് പടിക്കൽ കൂട്ട ധർണ നടത്തിയത്. ഓണം അലവൻസ് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ച് ഉടൻ അനുവദിക്കുക, സ്കൂൾ പാചക തൊഴിലാളികളുടെ ചുരുങ്ങിയ വേതനം നിശ്ചയിക്കുവാൻ സർക്കാർ നിയോഗിച്ച സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ ശുപാർശകൾ ഉടൻ നടപ്പിലാക്കുക, 1000 രൂപ മിനിമം പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, അധ്വാനഭാരം കുറയുന്നതിന് കുട്ടികളുടെ എണ്ണം 250 നിശ്ചയിക്കുക, ചൂഷണം തടയാൻ വേതന വിതരണം ബാങ്ക് വഴിയാക്കുക, ആശ്രിത നിയമനം നടപ്പിലാക്കുക, യാതൊരു കാരണവുമില്ലാതെ സ്കൂൾ പാചക തൊഴിലാളികളെ പിരിച്ചുവിടുന്ന രീതി ഉടൻ അവസാനിപ്പിക്കണമെന്നും ധർണയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ധർണ HMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനേത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കോടിക്കണക്കായ തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പാചക തൊഴിലാളികളടക്കമുള്ള ആശാ വർക്കേഴ്സ് അടക്കമുള്ള തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നതാണ്. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ HMS സംസ്ഥാന പ്രസിഡന്റ് P. ലക്ഷ്മി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജൻ, വയനാട് M. ശ്രീധരൻ മാസ്റ്റർ,
TP ആയിഷ ബി, NP സുമതി, VP ദേവയാനി, VP ലളിത, O പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അയൺ ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ കോടിക്കണക്കിന് രൂപയാണ് നികുതി ഇനത്തിൽ സർക്കാരിന് നഷ്ടമുണ്ടാകുന്നതെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളാണ് അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും തന്നെ വേണ്ടത്ര ഒരു പ്രതികരണം, ഒരു കൃത്യമായ ഒരു നടപടി ഉണ്ടാവാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഈ വരുന്ന 29-ാം തീയതി കേരളത്തിലെ മുഴുവൻ ജില്ലാ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്കും അഥവാ കളക്ടറേറ്റിലേക്ക് ഒരു മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന വെൽഡിംഗ് വർക്കുകൾ കാരണം സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തിച്ചേരേണ്ട കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ ചോർന്നു പോകുന്നത് കാരണമാകുന്നുണ്ട്. അതോടൊപ്പം ലൈസൻസ് എടുത്ത് നിയമാനുസൃതം സ്ഥാപനം നടത്തുന്ന അയൺ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഉടമകൾക്ക് അവരുടെ സ്ഥാപനം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കടുത്ത പ്രയാസവും നേരിടുന്നു. സർക്കാരിന് ലഭിക്കേണ്ട നികുതി ചോർച്ചയ്ക്കും സ്ഥാപന ഉടമകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്ന വിഷയം KSEBയുടെ തെറ്റായ സമീപനമാണ്. കെട്ടിടങ്ങളുടെ വെൽഡിംഗ് വർക്കുകൾ ചെയ്യുവാൻ ഏതൊരാൾക്കും പെർമിഷൻ നൽകുന്ന KSEBയുടെ നിലവിലുള്ള വ്യവസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് ലൈസൻസുള്ള സ്ഥാപന ഉടമകൾക്ക് മാത്രം പെർമിഷൻ നൽകുന്ന വ്യവസ്ഥ രൂപപ്പെടുത്തിയാൽ അയൺ ഫാബ്രിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ലൈസൻസുള്ള സ്ഥാപനം നടത്തുവാൻ നിർബന്ധിതരാകുമെന്നും കേരള അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകൾ ഒരിടവേള കൂടി. കോഴിക്കോടും വയനാടും കണ്ണൂരും പിന്നിട്ട് 3G മൊബൈൽ വരുന്നു മലപ്പുറത്ത്. ഈ വരുന്ന ജൂലൈ 29 ഞാൻ വരുന്നു. രാവിലെ 10 കൊണ്ടോട്ടിയിലും ഉച്ചയ്ക്ക് 12 മഞ്ചേരിയിൽ. ഈ വരുന്ന ജൂലൈ 29 ഞാൻ വരുന്നു. രാവിലെ 10 കൊണ്ടോട്ടിയിലും ഉച്ചയ്ക്ക് 12 മഞ്ചേരിയിലും. നിങ്ങളുണ്ടാവില്ലേ? 3G Mobile World, Jazeera Tower, Court Road, Manjeri, EK Tower, Bypass Road, Kondoti. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വില കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി നെടുമ്പൊയിൽ മലയിൽ എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ 1400 ലിറ്റർ വാഷ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പേരാമ്പ്ര എക്സൈസ് ഇൻസ്പെക്ടർ MP രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. അരിക്കുളം നെടുമ്പൊയിൽ മലയുടെ മുകളിൽ പേരാമ്പ്ര എക്സൈസ് പാർട്ടി നടത്തിയ റെയ്ഡിൽ 1400 ലിറ്റർ വാഷും വ്യാജ വാറ്റുപകരണങ്ങളും കണ്ടെടുത്ത് നശിപ്പിച്ചു. പേരാമ്പ്ര എക്സൈസ് ഇൻസ്പെക്ടർ MP രവീന്ദ്രനാഥ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KC കരുണാകരൻ, PK സുരേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ EM ഷാജി, AP അനീഷ് കുമാർ, KC അഹമ്മദ്, ഡ്രൈവർ C ദിനേശൻ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊയിലാണ്ടി എക്സൈസ് പാർട്ടി മാവട്ടുമലയിൽ നടത്തിയ റെയ്ഡിൽ 2000 ലിറ്ററോളം വാഷ് കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. അധികം ആൾ താമസമില്ലാത്ത നെടുമ്പയിൽ മല വ്യാജ വാറ്റുകാരുടെ താവളമായി മാറുകയാണ്. ഓണം അടുത്തതോടെ വ്യാജ വാറ്റ് കേന്ദ്രങ്ങൾ ഈ മേഖലയിൽ കൂടുതൽ സജീവമാകും. വ്യാജ വാറ്റുകാരാണ് നെടുമ്പയിൽ ദേശത്തിനാണ് പേരുദോഷമുണ്ടാകുന്നത്. പ്രദേശത്തെ സ്ത്രീകളിൽ മിക്കവരും മദ്യത്തിനെതിരാണ്. പുതിയ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ ജില്ലയിലും വ്യാപകം. ഇതിനെതിരെ പോലീസ് റെയ്ഡ് കർശനമാക്കി. പ്രേമം, ബാഹുബലി സിനിമകളുടെ വ്യാജ പതിപ്പുകൾ കൊയിലാണ്ടിയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കൊയിലാണ്ടി നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഗൾഫ് ബസാറിലെ മൊബൈൽ കടകളിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് പ്രേമം, ബാഹുബലി എന്നീ സിനിമകളുടെ വ്യാജ സീഡികൾ കണ്ടെടുത്തത്. സിനിമകൾ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത് നൽകുന്നതിനിടയിലാണ് വടകര റൂറൽ SPയുടെ കീഴിലുള്ള ഷാഡോ പോലീസ് വ്യാജ കോപ്പികൾ പിടികൂടിയത്. സംഭവത്തോടനുബന്ധിച്ച് ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അകാലത്തിൽ മരിച്ച കൂട്ടുകാരുടെ സ്മരണയിൽ വടകര ജില്ലാ ആശുപത്രിയിൽ മിനി ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മിച്ചു നൽകി. വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വടകര സ്വദേശികളായ നമ്പൂരിക്കണ്ടി സുനീർ, പറമ്പത്ത് ഫിറോസ് എന്നിവരുടെ സ്മരണയിലാണ് കൂട്ടുകാർ ആശുപത്രിയിൽ മിനി ഓപ്പറേഷൻ തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത്. വടകരയിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയായിരുന്നു ഇവരുടെ മരണം. കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗികൾക്ക് അടിയന്തരമായ ചികിത്സയാണ് ഈ തിയേറ്ററിൽ ലഭ്യമാവുക. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സർക്കാർ ആശുപത്രികളിൽ ജനകീയ പങ്കാളിത്തമുണ്ടാവുന്നത് വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആമിന അധ്യക്ഷം വഹിച്ചു. ടി ഐനാബി, ഡോക്ടർ പ്രജീഷ് കുമാർ, പി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മതസൌഹാർദ്ദ ബോധന സമിതി ഏർപ്പെടുത്തിയ ഫാദർ ഡാമിയൻ അവാർഡ് പ്രമുഖ ലഹരി വിരുദ്ധ പ്രവർത്തകനും സിറ്റി സെന്റ് ജോസഫ് ദേവാലയ വികാരിയുമായ ഫാദർ ഡോക്ടർ അലോഷ്യസ് കുളങ്ങരയ്ക്ക് സമ്മാനിച്ചു. സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് സ്വാമി വിവേകാമൃത ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. മതസൌഹാർദ്ദ ബോധന സമിതി ലഹരിക്കെതിരായ സെമിനാറും അവാർഡ് ദാനവും നടത്തി. പാരിഷ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മത തീവ്രവാദത്തിൽ നിന്നും ലഹരിയിൽ നിന്നും മോചനം നേടിയാൽ ശാന്തിയും സമാധാനവും പുലരാൻ താമസമുണ്ടാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഫാദർ ഡാമിയൻ പുരസ്കാരം റവറന്റ് ഡോക്ടർ അലേഷ്യസ് കുളങ്ങരയ്ക്ക് CSSR ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് ഹസൻ സമ്മാനിച്ചു. റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജി PN ശാന്തകുമാരി അധ്യക്ഷം വഹിച്ചു. KCBC മധ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി ആന്റണി ജേക്കബ് ചാവറ, ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് TA വർഗീസ്, ഡോക്ടർ AV പ്രകാശ്, ഇളയടത്ത് വേണുഗോപാൽ, ഡോക്ടർ പ്രിയദർശൻലാൽ, KF ജോർജ്, P ഗംഗാധരൻ നായർ, പ്രൊഫസർ വർഗീസ് മാത്യു, മതസൌഹാർദ്ദ ബോധന സമിതി സെക്രട്ടറി സണ്ണി ജോസഫ്, ഫാദർ J വലിയമംഗലം, സെബാസ്റ്റ്യൻ മേനമ്പടത്ത്, ആറ്റക്കോയ പള്ളിക്കണ്ടി, KT വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക്. ജില്ലാ സുഭദ്രാവ് മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് അണ്ടർ 17 വിഭാഗത്തിൽ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളും സബ് ജൂനിയർ വിഭാഗത്തിൽ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളും ചാമ്പ്യന്മാരായി. ഫൈനലിൽ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ചേന്ദമംഗലൂരിന്റെ ജയം. ജൂലൈ 29 തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ ജില്ലയെ പ്രതിനിധാനം ചെയ്ത് ചേന്ദമംഗലൂർ ടീം മത്സരിക്കും. സബ് ജൂനിയർ വിഭാഗം ഫൈനലിൽ ഫാറൂഖ് ഹയർ സെക്കൻഡറി കൊയിലാണ്ടി മാപ്പിള ഹയർ സെക്കൻഡറി ടീമിനെ 2 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത്. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് TA വേലായുധൻ ട്രോഫികൾ വിതരണം ചെയ്തു. KDSA സെക്രട്ടറി K മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷം വഹിച്ചു. കോസ്മോസ് സ്പോർട്സ് ഡയറക്ടർ അഹമ്മദ് നിസാർ, ദേശീയ ഫുട്ബോൾ റഫറി സേതു മാധവൻ, കൊടുവള്ളി സബ് ജില്ലാ സെക്രട്ടറി K സന്തോഷ് എന്നിവർ സംസാരിച്ചു. കൺവീനർ TK സുരേഷ് കുമാർ സ്വാഗതവും VK രാജീവൻ നന്ദിയും പറഞ്ഞു. വിജയികളായ ടീം അംഗങ്ങളെ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PT അനുമോദിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. CM വലിയുലാഹി 25ാം ആണ്ട് നേർച്ച ജൂലൈ 28 മുതൽ 30 വരെ മടവൂർ CM സെന്ററിൽ നടക്കും. 28 ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് വാവാട് സയ്യിദ് മഷ്റൂർ മുല്ലക്കായ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മക്കാം സിയാറത്തോടെ പരിപാടികൾക്ക് തുടക്കമാകും. 6:30 കുഞ്ഞി സീതിക്കോയ തങ്ങൾ കൊയിലാട്ട് പതാക ഉയർത്തും. വൈകിട്ട് 7 മണിക്ക് KK അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടി SYS സ്റ്റേറ്റ് സെക്രട്ടറി C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. ചേകന്നൂർ മൗലവിയെ കൊലപ്പെടുത്തിയിട്ട് 22 വർഷം പൂർത്തിയാകുന്ന ജൂലൈ 29 ബുധനാഴ്ച രാവിലെ 10 മുതൽ 7 വരെ കോഴിക്കോട് ടൗൺ ഹാളിൽ ഖുർആൻ സുന്ന സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൗലവി അനുസ്മരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും. അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി ശരീഅത്തും പുതിയ കോടതി വിധിയും എന്ന ചർച്ചാ സമ്മേളനം 10 മണിക്ക് ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. എല്ലാ മതവിഭാഗങ്ങളും ചന്ദ്രഗോളത്തിന്റെ വൃദ്ധിക്ഷയം നോക്കിയായിരുന്നു ദിവസങ്ങളെ, വിശേഷ ദിവസങ്ങളെ, ആഘോഷങ്ങളെ എല്ലാം തീരുമാനിച്ചിരുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജിയും ഗണിതശാസ്ത്രവും വികസിച്ച ഇക്കാലത്തെ ശാസ്ത്രീയ ഗണിതത്തിൽ അധിഷ്ഠിതമായ ഏകീകൃത സമയക്രമം ആവശ്യമാണെന്ന് കോഴിക്കോട് മടപ്പള്ളി സ്വദേശി ദേവരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊയിലാണ്ടിയിൽ ഗ്രാമസഞ്ജീവനി 2015ന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആന്തട്ട ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ക്യാമ്പ് K ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. പാവറവയൽ നാളികേര ഉൽപാദന സഹകരണ സംഘത്തിന്റെയും ഗ്രാമശക്തി സ്വയം സഹായ സംഘം മേലൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. വിദഗ്ധ ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കുഴമ്പ്, കഷായം എന്നിവ ക്യാമ്പിൽ തന്നെ നിർമ്മിച്ച് സൌജന്യമായി നൽകി. K പത്മനാഭൻ, സജികുമാർ, സോമശേഖരൻ, സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ കരിപ്പൂർ വിമാനത്താവളത്തിൽ പകരം ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്തണമെന്ന് സ്വകാര്യ കമ്പനികളോട് ആവശ്യപ്പെടുമെന്ന് എയർപോർട്ട് ഉപദേശക സമിതി. 3ാമത് ഇന്റർനാഷണൽ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് തുഷാരഗിരിയിലെ പുലിക്കയത്ത് ടൂറിസം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല VC M അബ്ദുൽ സലാമിന്റെ അവസാന സെനറ്റ് യോഗത്തിലും പ്രതിഷേധം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്.
celebrate the beauty of life.